വൃശ്ചിക മാസത്തിലെ ഏകാദശി, അതായത് ഗുരുവായൂർ ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലപ്രാപ്തി ഉണ്ടാവുന്നതാണ്. അന്നേ ദിവസം എല്ലാ ദേവീദേവന്മാരും മഹാവിഷ്ണുവിനെ കാണാനായി ഗുരുവായൂരിൽ വന്നെത്തുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തി ആരാധിക്കുന്നവർക്കും ഇവിടെ വന്ന് തൊഴുന്നവർക്കുമെല്ലാം ദേവീദേവന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹമുണ്ടാകും. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനും നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനും നമുക്ക് ഏറ്റവും അനുയോജ്യമായതാണ് ഈ ഏകാദശി വ്രതം. നമ്മുടെ ആഗ്രഹ സാഫല്യം, ഐശ്വര്യം, അതുപോലെ സമ്പത്ത്, ആരോഗ്യം, മനഃശാന്തി എന്നിവയെല്ലാം ലഭിക്കുന്നതിന് ഏകാദശി വ്രതം അനുയോജ്യമാണ്. വളരെ ശ്രദ്ധയോടും ഭക്തിയോടും വേണം ഏകാദശി വ്രതം ആചരിക്കുവാൻ. അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുർവികാരങ്ങളെയും, അതായത് ദേഷ്യം, അസൂയ ഇവയെല്ലാം മാറ്റി നമ്മുടെ മനസ്സിൽ ഭഗവാനെ മാത്രം ധ്യാനിച്ച് സത്യസന്ധതയോടും ദയയോടും അനുകമ്പയോടും കൂടി നമ്മൾ പെരുമാറാൻ കൂടി ഈ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും ഗുരുവായൂരിൽ എത്താൻ പറ്റിയില്ലെങ്കിലും സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാനോടൊപ്പം ഇരിക്കാം, ഭഗവാന്റെ ഭജനകൾ പാടാം. അവിടെ ഇരുന്ന് ഭഗവത് പ്രസാദം സേവിക്കുന്നത് കൊണ്ട് ആ ദിവസം വളരെ പുണ്യഫലപ്രദമായി തീരുന്നതാണ്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി നാൾ മുതലാണ്. ദശമി, ഏകാദശി, ദ്വാദശി അങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം ആചരിക്കേണ്ടത്. ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് വേണ്ടത്. അതായത് നമ്മൾ ജലമോ ആഹാരമോ ഒന്നും ഭക്ഷിക്കാതെ ഭഗവാനെ സ്മരിച്ചിരിക്കേണ്ട ദിവസമാണ്. തുളസി തീർത്ഥം സേവിക്കാവുന്നതാണ്. ഏകാദശി വ്രതം കഴിഞ്ഞാൽ ദ്വാദശി ദിവസവും ഇതുപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്നാനമെല്ലാം ചെയ്ത് ഭഗവാന്റെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പാരണ കൂടി നടത്തിയതിന് ശേഷം ഏകാദശി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്.